ഏകദേശം 2022 തൊട്ട് അവർ അടുത്ത മാസം റെഡിയാക്കും, അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് പറയും നമ്മളോട്. പക്ഷെ അതൊന്നും റെഡിയാകാൻ പോകുന്നില്ല. ഹൈപ്പർ സർവീസ് ഒന്നും ഇവിടെ ആവാൻ പോകുന്നില്ല. 30,000 കിലോമീറ്റർ ഓടിയതിൽ 3 വർഷം കൊണ്ട് എനിക്ക് ആകെ ചിലവായത് 5,000 രൂപ ചിലവായിട്ടുള്ളൂ. നിസ്സാര ഒരു ബ്രേക്ക് പാഡ് മാറാനാണ് ഒരാഴ്ച. ഞാനൊരു അരമണിക്കൂർ ഞാൻ തന്നെ മാറി. യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഞാൻ തന്നെ ഇതിന്റെ ബ്രേക്ക് പാഡ് മാറിയായിരുന്നു. അല്ലെങ്കിൽ സെറ്റ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഇത് പഠിക്കണം, ഇത് റെഡിയാക്കാനായിട്ട്. ഇത് സർവീസ് സെന്റർ നോക്കിയിരുന്നു കഴിഞ്ഞാലൊന്നും ഇത് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു വണ്ടി ഇറക്കിയിട്ട് അതിന്റെ പാർട്സ് അവരുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുരന്തമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞ് തേർഡ് ജനറേഷൻ അപ്പോൾ ഇനിയിപ്പം ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ സെക്കൻഡ് ജനറേഷന്റെ പാർട്സും കാണില്ല, തേർഡ് ജനറേഷന്റെ പാർട്സും കാണില്ല. ഇവിടെ ഇരിക്കുന്ന പാർട്സിനെ ബാംഗ്ലൂരിലേക്ക് കയറ്റി അയക്കാനാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ സർവീസ് അവർ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അവിടെയുള്ള വണ്ടികളെല്ലാം ആദ്യം സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയാണ് അവരുടെ കമ്പനിയും ഓഫീസെല്ലാം ഉള്ളത്. അപ്പം അവിടെ കൂടുതൽ പ്രശ്നമാതിരിക്കാനായിരിക്കും അങ്ങനെ. ഇവിടെ ഉള്ളവർ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് പോട്ടെന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു എന്താ പറയാ അവർ ചെയ്യുന്നത്, അവരുടെ രീതി. വണ്ടി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ക്ഷമ അവർ പരീക്ഷിക്കും. അങ്ങനത്തെ ആ രീതിയിൽ ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രമേ വണ്ടി കൊണ്ട് സർവീസ് ചെയ്യാൻ പോകുള്ളൂ. അങ്ങനെയുള്ളവർ വണ്ടി എടുക്കുകയുള്ളൂ, അത്രയ്ക്ക് ക്ഷമയുള്ളവർ. അത് പണ്ടത്തെ അല്ലേ, അത് എന്താന്ന് ഞങ്ങളോട് ഇങ്ങോട്ടേക്കാണ് ചോദിക്കുന്നത്. ഇത്ര നാളായിട്ട് വാറണ്ടി 8 വർഷത്തെ വാറണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സ്ലിപ്പും ഇല്ല, ഒന്നുമില്ല, വാറണ്ടി ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതൊക്കെ പ്രോപ്പറായിട്ട് എഴുതി മേടിച്ച് ഓൺ ദ സ്പോട്ട് മേടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം വണ്ടി എടുക്കും. അപ്പോൾ പുതിയ വണ്ടികളൊക്കെ ചിലപ്പോൾ കിട്ടി ഈ വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് വന്നിട്ട് കൊണ്ട് ചിലപ്പോൾ അതിന് എന്താ പറയാ അതിന്റെ പുറകെ എത്രത്തോളം കിടന്ന് ഓടണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഒല S1 Pro. മുന്നേ ഞങ്ങൾ ഒല S1 Proയുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ഒലയുടെ സർവീസ് റിലേറ്റഡ് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പറയാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇത് 2022 വാങ്ങിയ വണ്ടിയാണ്. ഇപ്പം 3 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പം ആദ്യം വണ്ടി എടുക്കാൻ നേരം എന്നോട് 10 വർഷം മോട്ടർ ആൻഡ് ബാറ്ററി വാറണ്ടി ഉണ്ട്, 80,000 കിലോമീറ്റർ വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞ ആളാണ് വണ്ടി എടുക്കാൻ നേരം പറഞ്ഞ ആളെ പിന്നെ ഞാൻ പലതവണ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ സ്ലിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് കോൺടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ആള് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അവസാനം ആൾ മാറിപ്പോയി. പിന്നെ ആളെ വിളിച്ചപ്പോഴത്തേക്കും ആൾ പറയാൻ ഞാനിപ്പോൾ അവിടെ ഇല്ല, വേറെ ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ചു. അവരും പറയുന്നത് കോൾ ബാക്ക് ചെയ്യാം, അത് എന്താണെന്ന് പരിഹരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അപ്പം അതങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തൊരു 1 മാസത്തിനുള്ളിൽ വണ്ടിയുടെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. അപ്പം അങ്ങനെ ഒരു 7 ദിവസം വണ്ടി അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് അവർ സ്റ്റാൻഡ് മാറ്റി തന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു സർവീസിങ് എന്നാണ് ബെറ്റർ ആവുകയെന്ന് ചോദിച്ചായിരുന്നു. ഇതിന് മുന്നേ ഈ വണ്ടി എടുക്കാൻ നേരം സർവീസ് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരു മാസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് ബ്രേക്ക് പാഡ് മാറാൻ തന്നെ ഒരാഴ്ചയോളം എടുക്കുമായിരുന്നു. അപ്പോൾ അവർ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കും, സർവീസ് ഹൈപ്പർ സർവീസ് ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെയാണ് വണ്ടി എടുത്തത്. പിന്നീട് ഒരു ദിവസം എൻ്റെ ബ്രേക്ക് പാഡ് മാറാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അവരെന്നോട് ഒരാഴ്ച വണ്ടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും സർവീസ് അവർ ഇതുപോലെ തന്നെ വണ്ടികളൊക്കെ ഒരുപാട് ഒരു 10, 40, 50 വണ്ടികളോളം എല്ലാ സർവീസ് സെന്ററിലും ഉണ്ട്. ഈ സർവീസ് റെഡി ആവാത്തതുകൊണ്ട്, പ്രോപ്പർ ആവാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സർവീസ് ഈ ബ്രേക്ക് പാഡ് മാറാനായിട്ട് പുറത്ത് കൊടുത്തു. അവർ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്, ഇതുപോലെ പുറത്തൊരാൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആളിലേക്ക് കൊടുക്കാം, അവർ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 800 രൂപ തന്നെ വാങ്ങി ഞാൻ എറണാകുളത്തിന് പുറത്തൊരാളിലേക്ക് കൊടുത്തു. പക്ഷേ ബ്രേക്ക് പാഡ് ഒരു 2 ആഴ്ച പോലും നിന്നില്ല. അവർ പുറത്തുനിന്ന് മാറ്റി തന്ന ബ്രേക്ക് പാഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഈ ബെയറിംഗ് കംപ്ലൈൻ്റ് ആയി. ഹെഡിൻ ഈ ഹാൻഡിൽ നമുക്ക് എന്താ പറയുക, ഹാൻഡിൽ വളച്ചാലും ടയർ നേരെ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബോഡി പാനലിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് സർവീസ് കുറച്ച് നല്ലതായിരുന്നു. അവർ പെട്ടെന്ന് വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ 3,800 വാങ്ങിച്ചു. വാറണ്ടിയിൽ ചെയ്ത് കണ്ടാണ്, ഈ എടപ്പള്ളി സർവീസ് സെൻ്ററിൽ നിന്നാണ്. അപ്പോൾ 3,800 രൂപ എൻ്റെ നിന്ന് വാങ്ങി. ഞാൻ പിന്നെ അന്ന് തന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പൈസ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അറിഞ്ഞത് ഈ പലരും ഇത് ബെയറിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് അവർ എന്താ പറയുക വാറണ്ടി തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് പല സർവീസ് സെൻ്ററിലും. പിന്നെ അത് കഴിഞ്ഞ് വന്ന കംപ്ലൈൻ്റ് ആണ് ഫ്രണ്ടിൽ ഷോക്ക് അബ്സർവർ ഇവിടുന്ന് ഓയിൽ ലീക്ക് വന്നു. ഓയിൽ ലീക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ വണ്ടി സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി, ബുക്ക് ചെയ്തിട്ട് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു 1 മാസം വെയിറ്റിംഗ് ഉണ്ടെന്ന്. ഇവിടെ സ്റ്റോക്ക് ഇല്ല, 1 മാസം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 1 മാസമൊക്കെ നമുക്ക് വണ്ടി എന്ന് വെച്ചാൽ സർവീസ് സെൻ്ററിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ബാറ്ററിക്കും കംപ്ലൈൻറ്റ്. ഇപ്പോൾ പലരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓലയുടെ, അതിൽ പലരും പറയും 1 മാസം വണ്ടി കൊണ്ടുവച്ചിട്ട് ബാറ്ററിയും കംപ്ലൈൻറ്റ്, ബാറ്ററിയുടെ പൈസയും കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ ഈ സർവീസ് സെൻ്ററിൽ പോയിട്ട് ഇതുപോലെ ആളോട് പറഞ്ഞു, ഇതുപോലെ എന്നാൽ ബെയറിംഗ് അല്ല ഈ ഷോക്ക് അബ്സർവർ വരുമ്പോഴത്തേക്കും എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവന്ന് കാണിച്ച് ആ സമയത്ത് മാറ്റി നിങ്ങൾ ബുക്ക് ചെയ്യും, ആ സമയത്ത് ഞാൻ വന്ന് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, വണ്ടി അവിടെ വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു ആലുവയിൽ പോയപ്പം ആലുവയിൽ ഒരു 100 വണ്ടികളോളം ഉണ്ട്. അവർ ഇപ്പോഴൊന്നും സർവീസ് ചെയ്ത് തരില്ലെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു 1.5 മാസം പിടിക്കും. ആ ഒരു ലെവലിൽ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് മിക്ക സർവീസ് സെൻ്ററിലും അങ്ങനെയാണ്. നിങ്ങളിപ്പം പോകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മതി, ഓലയുടെ സർവീസ് സെൻ്ററുകളിലും സർവീസ് എന്താ അവിടെ സെയിൽ ചെയ്യാൻ വെക്കുന്ന വണ്ടികളല്ല, അത് സർവീസിന് വരുന്ന വണ്ടികളാണ്. എപ്പോഴും എല്ലാ സർവീസ് സെൻ്ററിലും ഒരു 50 വണ്ടികളോളം കാണും. ആലുവയിൽ നടന്നില്ല. പിന്നെ ഞാൻ വീണ്ടും എടപ്പള്ളി പോയപ്പം അവർ പറഞ്ഞു ഇതുപോലെ ബ്രോ നിങ്ങളുടെ വീട് എവിടെയാണ്? ഇപ്പോൾ കോട്ടയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് എവിടെയെങ്കിലും സർവീസ് സെൻ്റർ നോക്കി, അല്ലെങ്കിൽ ഇവിടെ അടുത്ത ജില്ലകളിൽ ഏതെങ്കിലും നോക്കാൻ പറഞ്ഞു. ഞാൻ തലയോലപ്പുറം പോയി. ഇപ്പോൾ അവിടെയുള്ള സർവീസ് സെൻ്ററുകളിൽ ഈ ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് അഴിക്കാനുള്ള അവരുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. അവർ ചെറിയ പണികൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടപ്പള്ളി വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ആലപ്പുഴ ചേർത്തല ആ ഭാഗത്ത് നോക്കാൻ പറഞ്ഞു. ഇവർ തന്നെയാണ് പറഞ്ഞു വിടുന്നത് ചേർത്തലയിലൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചേർത്തലയിൽ പോയപ്പോഴത്തേക്കും ആദ്യം ആലപ്പുഴയിലുള്ള ഒരാളെ കോൺടാക്ട് ചെയ്തു, സർവീസിലുള്ള ഒരാൾ. ആൾ പറഞ്ഞ അനുസരിച്ചിട്ട് ചേർത്തലയിൽ ഇതുപോലെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി. ആദ്യം ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ പറയുക ഇന്ന് അവരോട് വണ്ടി എടുക്കരുതെന്നാണ് പറഞ്ഞത്. ഞാൻ ഏകദേശം ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ഉണ്ട് എനിക്ക് ചേർന്നല്ലൂരിൽ നിന്ന് ആലപ്പുഴ ഇവിടെ ചേർത്തല വരെ. അപ്പോൾ റോഡ് പണി നടക്കുക. ഞാൻ അവിടം വരെ പോയിട്ട് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ വണ്ടി ഇന്ന് എടുക്കരുതെന്നാണ് അവരോട് പറഞ്ഞത്.
ഓക്കെ ശരി എന്നാൽ ഓക്കെ. അപ്പോൾ അവർ തന്നെ ഒരു കാര്യം പറഞ്ഞു, അവർ മറ്റന്നാൾ കൊണ്ടുവന്നു, ഇത്ര ദൂരം വരുന്നില്ല, മറ്റന്നാൾ വണ്ടി കൊണ്ടുവരും. ഞാൻ മറ്റന്നാൾ വണ്ടി കൊണ്ടുവന്നു, ഒരു വീഡിയോയും കാര്യങ്ങളും എല്ലാം എടുത്തു, എല്ലാം എന്താ പറയുക പരിഹരിച്ച് തരാം, വാറണ്ടിയിൽ തന്നെ ക്ലിയർ ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളും എടുത്ത് അവർ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തു. വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവർ എന്താ പറയുക സൈറ്റിൽ എന്തോ എറർ കാരണം OTP വരുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് തിരിച്ച് പോയിക്കോ, വീട്ടിൽ പോയിക്കോ, അവർ നമ്പർ വാങ്ങി, വീട്ടിൽ പോയിട്ട് OTP അവർ സൈറ്റിൻ്റെ ഇഷ്യൂ റെഡി ആയി കഴിഞ്ഞിട്ട് അവരെന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്തു, വിളിയൊന്നും വന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ ഒരാഴ്ചയായിട്ടും വിളിയൊന്നും വന്നിട്ടില്ല അവിടുന്ന്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് പറഞ്ഞ നമ്പർ എടുത്തു, ആലപ്പുഴ ചേർത്തല സർവീസ് സെൻ്റർ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഈ പോയ സർവീസ് സെൻ്ററിൽ അവരെനിക്ക് നമ്പർ ഒന്നുമില്ല, അവരെന്നോട് വിളിച്ചോളാമെന്നാണ് പറഞ്ഞവർ. അപ്പോൾ എനിക്ക് നമ്പർ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചു, നമ്പർ കിട്ടി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇപ്പോഴും ആയിട്ടില്ല, അത് മറന്നുപോയി ആ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ OTPയുടെ ഇത് മെസ്സേജ് വന്നു, OTP പറഞ്ഞു കൊടുത്തു, അങ്ങനെ സർവീസ് ബുക്ക് എന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഒരു 16 to 20 ദിവസത്തിനുള്ളിൽ ഷോക്ക് വന്നിട്ട് റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്, വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മാസമായി, ഒരു റെസ്പോണ്ട് ഉണ്ടായില്ല. ഞാൻ ഈ ഓലയുടെ മെയിൻ ആൾക്കാരുണ്ട് സെയിലിനും സർവീസിലൊക്കെ ഉള്ള അവരെയൊക്കെ വിളിച്ചു, പലരുടെയും കോൺടാക്ട്സ് ഒപ്പിച്ചിട്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് നോക്കി. അപ്പോൾ അവർക്കും ഇതിനുള്ള പ്രോപ്പറായിട്ടൊരു റെസ്പോണ്ട് തരാൻ പറ്റുന്നില്ല മെയിനായിട്ട്. കാരണം എല്ലാ സർവീസ് സെൻ്ററിലും ഇങ്ങനെ വണ്ടികൾ വന്ന് ഇത്രയും വണ്ടികളോളം ഉണ്ട്, 50 വണ്ടികൾ 100 വണ്ടികളൊക്കെ. അപ്പം ഇവർ പറയുന്നത് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈൻറ്റ്. അങ്ങനെയൊന്നും അല്ല, ചുമ്മാതാണ്. വണ്ടിക്ക് പൊതുവേ കംപ്ലൈൻറ്റ് കൂടുതലാണ് ഈ വണ്ടിക്ക്. ഇത് ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്, ഇതിന് പിന്നെയും കംപ്ലൈൻറ്റ് കുറവാണ്. ഫസ്റ്റ് ജനറേഷൻ അവിടെ വരുന്ന എല്ലാം സെക്കൻഡ് ജനറേഷൻ വണ്ടികളാണ്, അത് ഫുള്ള് കംപ്ലൈൻറ്റ് ആണ്. വാങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് കംപ്ലൈൻറ്റുകൾ തുടങ്ങും. അങ്ങനെ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ കാണാം, എപ്പോഴും വാങ്ങിയ ഒരു 50 പേരിൽ ഒരു 5 പേർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ബാക്കി എല്ലാവരുടെ വണ്ടികളും കംപ്ലൈൻറ്റ് ആണ്. എപ്പോഴും എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം വണ്ടി ഇതുപോലെ സർവീസ് സെൻ്ററിൽ ഇരിക്കേണ്ട അവസ്ഥയാണ്. സർവീസ് സെൻ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് ബാറ്ററിയും കംപ്ലൈൻറ്റ് ആവും, ബാറ്ററി ചാർജ് ചെയ്യുന്നില്ല, അവർ പ്രോപ്പറായിട്ട് വണ്ടി നോക്കുന്നില്ല, വണ്ടി മഴയും കൊണ്ട് വെയിലും കൊണ്ടെല്ലാം അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു പോയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇവരുടെ വാട്സപ്പ് ഇവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ മെയിനായിട്ട് കമൻറ്റിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എല്ലാം പറഞ്ഞ് കമൻറ്റ് ഇട്ടു. അപ്പോൾ എന്നെ ഇങ്ങോട്ട് അവർ വിളിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇതുപോലെ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് 1-ാം തീയതി തന്നെ നിങ്ങൾ വണ്ടി കൊണ്ടുവച്ചെല്ലാം പറഞ്ഞു ചേർത്തലയിൽ. ഈ 1-ാം തീയതി തന്നെ വണ്ടി കൊണ്ടുവെല്ലാം പറഞ്ഞ് അവിടുന്ന് ഒരാൾ പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി, ഈ സർവീസ് സെൻ്ററിലുള്ള ഒരാൾ. അങ്ങനെ ആരും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇവർ ഈ സർവീസ് ഈ കസ്റ്റമർ കെയർ ഇരിക്കുന്നവരെല്ലാവരും ഹിന്ദിക്കാരാണ്, ഹിന്ദി ഇംഗ്ലീഷും അവർക്ക് അറിയുള്ളൂ. ഈ ഹിന്ദി ഇംഗ്ലീഷും അറിയാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ ലാംഗ്വേജിന് പ്രശ്നമുള്ള ആൾക്കാർ, ഇവർ അങ്ങനെയുള്ളവർ വിളിക്കാൻ, അങ്ങനെയുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ കേരളത്തിൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു സർവീസ് നമ്പർ അങ്ങനെ ഒരു നമ്പർ ഇല്ല. നേരെ ഈ കോൾ ചെയ്യുന്ന ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കുള്ളൂ. സാധാരണ ഈ ലാംഗ്വേജ് അറിയാത്തവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. പിന്നെ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷൊക്കെ നമ്മൾ പിടിച്ച് നമ്മൾ പറഞ്ഞ് ഒരു വിധത്തിൽ കാര്യങ്ങളെല്ലാം പറയുമ്പം അവർ കോൺടാക്ട് ചെയ്യാന്നല്ലാതെ ഒരു മറുപടിയും തന്നിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സർവീസ് സെൻ്ററിലുള്ള ഈ കേരളത്തിൽ സർവീസ് നോക്കുന്ന ആളെ കോൺടാക്ട് ചെയ്തും ആൾ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ച് തരാം, ഈ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതുവരെ യാതൊരു വിളിയും വന്നിട്ടില്ല. ദയവേത് ഈ വണ്ടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകളെല്ലാം ഉണ്ട് വണ്ടിക്ക്. അപ്പം ഇത് ഫസ്റ്റ് ജനറേഷൻ, ഇതിന് പൊതുവെ കംപ്ലൈൻറ്റ് കുറവാണെന്നാണ് സർവീസ് സെൻ്ററിലുള്ള ആൾക്കാർ പറയുന്നത്. ഈ സെക്കൻഡ് ജനറേഷൻ ഇപ്പോൾ തേർഡ് ജനറേഷൻ ഇറങ്ങി, അതും എനിക്കറിയില്ല, തേർഡ് ജനറേഷൻ്റെ കാര്യം എനിക്കറിയില്ല. സെക്കൻഡ് ജനറേഷൻ ഉള്ളവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഒരിക്കലും വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റില്ല. ഇത് പറ്റിപ്പോയതാണ് ശരിക്കും. ഇവർ ഈ വാഗ്ദാനങ്ങളൊക്കെ തരുന്നത് ഈ 10 വർഷം വാറണ്ടി, ഇത് ആദ്യം എടുത്ത ടൈമിലായിരുന്നു 10 വർഷം വാറണ്ടി, മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി 80,000 കിലോമീറ്ററുള്ള. ഇപ്പോൾ അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അത്രയും അങ്ങനെയുള്ള വാറണ്ടി കൊടുക്കുന്നില്ല. പിന്നെ ഈ വണ്ടിക്ക് മെയിനായിട്ട് പറയാനുള്ള ഇവിടെ നല്ല സൗണ്ട് കേൾക്കും. ഈ ഇതിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല, ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതെല്ലാം എന്താ പറയുക, ഒരു നല്ല കട്ടറൊക്കെ ചാടി കഴിഞ്ഞാൽ വണ്ടി മൊത്തം കുലുക്കും സൗണ്ടും ഒക്കെയാണ്. അപ്പം മെയിനായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ഞാൻ ഇവിടുന്ന് പാലക്കാട് വരെ ഞങ്ങൾ രണ്ടുപേരായിട്ട് പോയതാണ്. അപ്പോൾ വണ്ടി നല്ല കംഫർട്ടായിരുന്നു. എൻ്റെ ഒരു മിറ്റിയോർ ഉണ്ട് ബുള്ളറ്റ്, അപ്പോൾ അതിലും എനിക്ക് കംഫർട്ട് ഈ വണ്ടിയായിരുന്നു. 120 കിലോമീറ്ററോളം റേഞ്ച്, 135 അവർ പറയുന്നത് നോർമൽ, 120 കിലോമീറ്ററോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിയിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടി അടിപൊളിയാണ്. വേറെ എന്താ പറയുക, ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ട്. ഞാൻ വേറെ പല വണ്ടികളും നോക്കി, ഇതുപോലെ റിവറിൻ്റെ ഡ്രൈവ് ചെയ്ത് നോക്കി, പിന്നെ അതുപോലെ സിമ്പിൾ വൺ നോക്കി. എനിക്ക് അതിലൊന്നും കിട്ടാത്തൊരു എന്താ പറയുക ഒരു കംഫർട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സർവീസിൻ്റെ ഒരു ഇതും കൂടി ഒരു പരിഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് വരുന്ന കംപ്ലൈൻറ്റുകൾ, പെട്ടെന്ന് വരുന്ന കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ എന്താ ആൾക്കാരെ ഈ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരങ്ങനെ വാങ്ങുകയാണ്. നിങ്ങൾ കണ്ടറിയാം, ഒട്ടുമിക്ക വണ്ടികൾ കൂടുതൽ ഓലയാണ്. നമുക്ക് എന്താ പറയുക, റോഡിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന കൂടുതലും ഓലയുടെ വണ്ടികളാണ്. ഇവരെല്ലാം ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഓരോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ സർവീസ് സെൻ്ററുകളിൽ പോയി നോക്കിയാലും നമുക്ക് മനസ്സിലാവും, അവിടെ എങ്ങനെ പോലും ഒരു 50 വണ്ടികളോളം എപ്പോഴും ഉണ്ടാവും. ഈ സർവീസും പ്രോപ്പർ അല്ല, ഇവരുടെ എന്താ പറയുക ഈ കംപ്ലൈൻറ്റുകളൊന്നും പരിഹരിക്കാതെയൊക്കെയാണ് ഇവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2022 തൊട്ട് അവർ അടുത്ത മാസം റെഡിയാക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് പറയും നമ്മളോട്. പക്ഷേ അതൊന്നും റെഡി ആവാൻ പോകുന്നില്ല, ഹൈപ്പർ സർവീസ് ഒന്നും ഇവിടെ ആവാൻ പോകുന്നില്ല. ഏകദേശം 3 വർഷമായിട്ട് എനിക്ക് ഹൈപ്പർ സർവീസ് കിട്ടിയിട്ടില്ല. ഒരു തവണ ഇടയ്ക്കൊരു തവണ ഞാൻ ബെയറിംഗ് മാറാൻ കൊടുത്തപ്പോൾ മാത്രം അവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ റെഡി ആയി തന്നു. സ്റ്റോക്ക് ഇല്ലെങ്കിൽ തീർന്നു. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഒരു മാസമൊക്കെ നിങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി അത്ര ആവശ്യമുള്ളവരാണെങ്കിൽ ഓല എടുക്കാതിരിക്കുന്നത് വെച്ചാൽ എന്നും ഓഫീസിലൊക്കെ പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഓല എടുക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഇങ്ങനെ ഓരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 3 വർഷമായിട്ടും എനിക്ക് ഏകദേശം ഇപ്പം 30,000 കിലോമീറ്റർ ഓടിയതേ ഉള്ളൂ വണ്ടി 3 വർഷത്തിൽ. ആകെ എനിക്ക് ചിലവായത് ഈ പറഞ്ഞ ഒരു 3,800 രൂപ ഇതിൻ്റെ ബെയറിങ്ങിന് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറാനായിട്ട്
ഏകദേശം 800 രൂപ, ഒരു തവണ മാറുന്നതിന് 800 രൂപ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം മാക്സിമം ഇപ്പം 30,000 കിലോമീറ്റർ ഓടിയതിൽ 3 വർഷം കൊണ്ട് എനിക്ക് ആകെ ചിലവായത് ഒരു 5,000 രൂപയെ ചിലവായിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടി വർത്താണ്. അപ്പം ഈ എന്താ പറയാ, പിന്നെ ഇപ്പം ഇതിന്റെ ബ്രേക്ക് പാഡ് മാറുന്നത് ഞാൻ തന്നെയാണ്. ഈയിടെ ഞാൻ വീണ്ടും സർവീസ് സെന്ററിൽ ബ്രേക്ക് പാഡ് മാറാനായിട്ട് മാത്രം ചോദിച്ചപ്പോൾ ഒരാഴ്ച എന്നോട് പറഞ്ഞത്. നിസ്സാര ഒരു ബ്രേക്ക് പാഡ് മാറാനാണ് ഒരാഴ്ച. ഞാനൊരു അരമണിക്കൂർ ഞാൻ തന്നെ മാറി. യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഞാൻ തന്നെ ഇതിന്റെ ബ്രേക്ക് പാഡ് മാറിയായിരുന്നു. അല്ലെങ്കിൽ സെറ്റ് വാങ്ങിയിട്ട്. ഇപ്പം ASKയുടെ ബ്രേക്ക് പാഡ് കിട്ടും. അപ്പോൾ അതാണ് കുറച്ചുകൂടി ബെറ്റർ. വേറെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അതൊന്നും വാങ്ങാതെ ASK എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ബ്രേക്ക് പാഡ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഏകദേശം എന്താ പറയുക, ഒരു മാസം അല്ല, ഒരു മാസം സോറി, ഒരു 3 മാസം 4 മാസത്തോളം നമുക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ, കൂടുതൽ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ യൂസ് ഉണ്ടെങ്കിൽ ASKയുടെ ഇത് തന്നെയാണ് നല്ലത്. അപ്പം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി സ്വന്തമായിട്ട് ഈ വണ്ടി റെഡിയാക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഈ വണ്ടി കൊണ്ട് കാര്യമുള്ളൂ. നമ്മൾ തന്നെ ഇത് പഠിക്കണം, ഇത് റെഡിയാക്കാനായിട്ട്. ഇത് സർവീസ് സെന്റർ നോക്കിയിരുന്ന് കഴിഞ്ഞാലൊന്നും ഇത് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന്റെ പാർട്സ് ഒന്നും കിട്ടാനില്ലെന്നാണ് അവർ പറയുന്നത് സർവീസ് സെന്ററിൽ. ഇപ്പം ഇത് 3 വർഷം ആവുന്നേ ഉള്ളൂ വണ്ടി. ഇപ്പൊ തന്നെ ഈ ഫസ്റ്റ് ജനറേഷന്റെ പാർട്സുകളൊന്നും കിട്ടാനില്ല സർവീസ് സെന്ററിൽ. അത് എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അവരൊരു വണ്ടി ഇറക്കിയിട്ട് അതിന്റെ പാർട്സ് അവരുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുരന്തമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞ് തേർഡ് ജനറേഷൻ അപ്പോൾ ഇനിയിപ്പം ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷന്റെ പാർട്സും കാണില്ല, തേർഡ് ജനറേഷന്റെ പാർട്സും കാണില്ല. ഈ വണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടും. ഇപ്പം ഞാൻ നോക്കിയിട്ട് സർവീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് തോന്നിയത് സിമ്പിൾ വണ്ണും ഇതുപോലെ തന്നെ റിവറും ഒക്കെയാണ്. ഏതറിന്റെ കാര്യം എനിക്കറിയില്ല. സിമ്പിൾ വണ്ണും റിവറും ഒക്കെ അത്യാവശ്യം ആൾക്കാർ എടുക്കുന്നുണ്ട് വണ്ടികൾ. ഇതാണ് വണ്ടിയുടെ ഒരു അവസ്ഥ. ഇപ്പൊ 2 മാസമായി ഇതിന്റെ ഷോക്ക് പോയിട്ട്. ഇതുവരെ ഞാനൊരു ഒരു 50 പേരെങ്കിലും വിളിച്ചു കാണും. അവർ കസ്റ്റമർ സർവീസിൽ തന്നെ ഞാനൊരു 30 തവണ ഞാൻ വിളിച്ചു കാണും. അവര് ഒരു റെസ്പോണ്ടും ഇല്ല. ചുമ്മാ കാര്യമില്ല അതിന്. അതുകൊണ്ട് കാര്യമേ ഇല്ല. ഇത് ബുക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ തന്നെ ചിലപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും സ്ലോട്ട് കിട്ടണമെങ്കിൽ. എന്നിട്ട് കൊണ്ടുപോയാൽ പോലും കാര്യമില്ലെന്നാണ് പറയാനുള്ളത്. സർവീസ് സെന്ററിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല. കാരണം അവരും ആകെ കുറച്ച് പേരെന്തോ ഉള്ളൂ. അവരും എന്താ പറയുക, ഇത്രയും വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ ഹെയർ ചെയ്യണമായിരുന്നു സർവീസ് ചെയ്യാനായിട്ടൊക്കെ. ഒലയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പും ഇല്ല. അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യം, നമ്മളിപ്പോൾ അവിടെ ചെന്ന് അവരോട് ചൂടായിട്ടും കാര്യമില്ല. ഇത് ആരോടും ചൂടായിട്ടും കാര്യമില്ല. എന്തൊക്കെ നമ്മൾ എന്താ പറയാ, അവിടെ ചെന്ന് ആരെയും കാല് പിടിച്ചിട്ട് അങ്ങനെ സംസാരിച്ചാൽ പോലും ഇത് റെഡിയാക്കി തരാനൊന്നും പോകുന്നില്ല. അപ്പം അതാണ് അവസ്ഥ. ദയവേത് ഈ വണ്ടി എടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനിയിപ്പോൾ എടുത്തുപോയി 1,35,000 കൊടുത്തിട്ട് എടുത്തുപോയി. 1,40,000 സംതിങ് എന്തോ ആയിരുന്നു. 15,000 രൂപ അവർ റീഫണ്ട് ചെയ്ത് തന്നായിരുന്നു. ഇത് എടുക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. അപ്പം ഇത്രേ പറയാനുള്ളൂ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സർവീസിന്റെ പ്രശ്നങ്ങൾ, ഈ പാർട്സ് കിട്ടാനില്ല, പാർട്സിന്റെ അവൈലബിലിറ്റി ഇല്ല, ഇതാണ്. പിന്നെ ഈ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഈ വണ്ടി ഒന്ന് സാധാരണ എനിക്കൊരു മിറ്റുള്ള ബുള്ളറ്റ്, അപ്പോൾ അത് നമ്മൾ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ള് വണ്ടി ചെക്ക് ചെയ്യും, അവർ ഡ്രൈവ് ചെയ്ത് നോക്കും സർവീസ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഒലക്കില്ല. അത് ബാക്കി എല്ലാ വണ്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞാൽ അവരൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കും, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ നോക്കാനായിട്ട്. ഈ ഒലയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സർവീസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ. അവരെന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രം റെഡിയാക്കിയിട്ട് വണ്ടി അവിടെ വയ്ക്കും. അല്ലാതെ അവർ കൂടുതലായിട്ട് വണ്ടി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ എന്താ പറയുക, ഈ സർവീസ് മെച്ചപ്പെട്ടാലും ഇതിന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പാർട്സ് കിട്ടാനില്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പാർട്സിന് ഞാൻ വേറെ സർവീസ് സെന്ററിൽ അന്വേഷിച്ച് നോക്കി. എൻ്റെ ഒരു ഫ്രണ്ട് വഴി. പുള്ളിക്ക് അറിയാവുന്ന ഒരു ആള് ഓലയിൽ സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾ പറയുവാണ് ഇവിടെ ഇരിക്കുന്ന പാർട്സിനെ ബാംഗ്ലൂരിലേക്ക് കയറ്റി അയക്കാനാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ സർവീസ് അവർ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അവിടെയുള്ള വണ്ടികളെല്ലാം ആദ്യം സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയാണ് അവരുടെ കമ്പനി ഓഫീസെല്ലാം ഉള്ളത്. അപ്പം അവിടെ കൂടുതൽ പ്രശ്നമാതിരിക്കാനായിരിക്കും അങ്ങനെ. ഇവിടെ ഉള്ളവർ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് പോട്ടെന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു എന്താ പറയുക അവർ ചെയ്യുന്നത്, അവരുടെ രീതി. എടുത്തുപോയി, അതാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം. അപ്പം ഇനിയൊരു വണ്ടി ഓല എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്കറിയാവുന്ന ഒരാൾ ഇതുപോലെ തന്നെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ ആൾക്ക് എന്തോ ഒരു ബാക്കിൽ ഹബ് മോട്ടറാണ്. അപ്പോൾ അതിനൊന്ന് പ്രശ്നം പരിഹരിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് അവർ റെഡിയാക്കി തന്നു. ആൾ ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ പിന്നെ ആ പ്രശ്നം ഉണ്ടായി. ആൾ നടു റോഡിൽ നിന്ന് പോയി വണ്ടി. അവർ തിരിച്ച് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പിന്നെയും കൊണ്ട് ചെന്ന് ഒരാഴ്ചയോളം വണ്ടി വെച്ചിട്ട് റെഡിയാക്കി കിട്ടേണ്ട ഒരു അവസ്ഥ വന്നു. ആളും ഇതുപോലെ വണ്ടി കിട്ടാതെ ആദ്യം കൊടുത്ത വണ്ടി കിട്ടാതെ വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചു. പിന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടൊക്കെയാണ് അവർ കോൺടാക്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യണം എങ്കിൽ വളരെ കഷ്ടപ്പാടാണ് നമുക്ക്. ഈ വണ്ടി എന്താ പറയുക, ഇത് സർവീസ് ചെയ്ത് കിട്ടണമെങ്കിൽ അതുപോലെ നമ്മൾ കഷ്ടപ്പെടണം. വണ്ടി വാങ്ങാൻ നിങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോകാൻ നമ്മുടെ ക്ഷമ അവർ പരീക്ഷിക്കും. അങ്ങനത്തെ ആ രീതിയിൽ ക്ഷമയുള്ളവരാണെങ്കിൽ മാത്രമേ വണ്ടി കൊണ്ട് സർവീസ് ചെയ്യാൻ പോകുള്ളൂ. അങ്ങനെയുള്ളവർ വണ്ടി എടുക്കുകയുള്ളൂ, അത്രയ്ക്ക് ക്ഷമയുള്ളവർ. അതിലും പലപ്പോഴും ക്ഷമ നശിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ ആൾക്കാർ എന്താ പറയുക ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇടുന്നത്. എന്തായാലും ഇപ്പം കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ പറയുക ഓപ്ഷൻ ഇല്ല. വണ്ടി സർവീസ് ചെയ്യുന്ന 2 മാസമായി. ഇനിയിപ്പം എത്രത്തോളം ആവും എന്നറിയില്ല. അതുവരെ നമ്മൾ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക വണ്ടി സർവീസ് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി എടുക്കാൻ പോകുന്നവരോട് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ഷമ വേണം. വണ്ടി സർവീസ് കിട്ടാനായിട്ട് കിട്ടില്ല. നിങ്ങൾ ആദ്യമൊക്കെ അവർ പറയും, അവിടെ ഇരിക്കുന്നവർ എന്തെങ്കിലും പറയും. അവർ ഈ പറഞ്ഞ നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ഉത്തരവാദിത്വം കാണില്ല. നമ്മുടെ എന്താ പറയുക, നമ്മൾ തന്നെ ഇതിൽ പുറകെ നടക്കണം എന്നുള്ള രീതിയിലായിരിക്കും. അവരാദ്യം വണ്ടി എടുക്കാൻ വേണ്ടി പലതും വാഗ്ദാനം ചെയ്യും, പലതും പറയും. ഈ ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെയാണ് ഈ കഷ്ടപ്പെട്ട് പോകുന്നത് വണ്ടി എടുത്തിട്ട്. കോൾ സെന്ററിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഭയങ്കര റൂഡായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ വിളിച്ചാലും ഇപ്പം നമുക്കതൊന്നും അറിയില്ല എന്നുള്ള ഇത് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അവരെപ്പോഴും പറയുന്ന ഡയലോഗ്,
വി വിൽ കോൺടാക്ട് യു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മെസ്സേജ് വരും, യുവർ കംപ്ലൈന്റ് ഹാസ് ബീൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അതിലപ്പുറത്തേക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ തന്നെ കുറേ സ്ഥലത്ത് വിളിച്ച് കുറേ പേരെ നമ്പർ കണ്ടെത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരും പറയുന്നത് തന്നെയാണ് പാർട്സ് വരണം, എന്നാൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ കംപ്ലൈൻറ്റ്സ് ആയിട്ട് പോയിട്ടോ ഗ്രിവൻസിന് കുറേ വിളിച്ചു, എൻ്റെ നമ്പറിലോട്ട് വിളിച്ചു. കാരണം ഒരിടയ്ക്ക് ഞാൻ വിളിക്കുമായിരുന്നു ഓല കസ്റ്റമർ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും ഒറ്റ നമ്പറേ ഉള്ളൂ, ഒരു കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നമ്പറേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന കുറേ പേര് ഹിന്ദി ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർ ഫോൺ എടുക്കും, അവർ ലാസ്റ്റ് പറയുന്ന ഡയലോഗാണ്, അവരുടെ സൊല്യൂഷനാണ് വി വിൽ കോൺടാക്ട് യു ലേറ്റർ. അത് കഴിഞ്ഞിട്ട് ആരും വിളിക്കലും ഒന്നുമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മെസ്സേജ് വരും, യുവർ കംപ്ലൈന്റ് ഹാസ് ബീൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അവരുടെ ഒരു സൊല്യൂഷൻ ഇതാണ്. അപ്പം അങ്ങനെ വിളിച്ചിട്ട് അവർ ഭയങ്കര റൂഡായിട്ടാണ് അവർ പറയുന്നത്, വാറണ്ടിയിൽ ചെയ്തു തരാൻ പറ്റത്തില്ല, പിന്നെ വണ്ടി അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വെക്കുക, വണ്ടി പോലും നോക്കില്ല, വാറണ്ടി റിജക്ട് ആകും ബ്രോ, വണ്ടി അവർ കണ്ടിട്ടേ ഇല്ല, വാറണ്ടി റിജക്ട് ആകും, വാറണ്ടി ഇപ്പം കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ വാറണ്ടി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പം എന്നിട്ട് വണ്ടി അപ്പോൾ പറയുവാണ് വാറണ്ടിയിൽ കിട്ടാൻ ചാൻസ്, വണ്ടി കണ്ടില്ല. ഞാൻ പറഞ്ഞാൽ വണ്ടി ഒന്ന് നോക്ക്, അപ്പം വണ്ടി കാണാൻ പോലും ഒരു ടൈമില്ല. എന്നിട്ട് പറയുവാണ്. പിന്നെ ഞാൻ വേറെ സർവീസ് സെന്ററിൽ അന്വേഷിച്ചപ്പോൾ അത് വാറണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. എടപ്പള്ളി സർവീസ് സെന്ററാണ് ഈ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞത്. അവിടെ നിൽക്കുന്ന ആൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, എന്താ ആലപ്പുഴ അല്ലെങ്കിൽ നിങ്ങൾ വേറെ അടുത്ത ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നത്. എനിക്കെന്താണ്, ഞാൻ ഈ സർവീസ് സെന്ററിൽ നിൽക്കുന്ന ആൾക്കാരാണ് പറയുന്നത് അടുത്ത ജില്ലയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താ കഷ്ടപ്പെടുന്ന ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. ഈ വാറണ്ടിയുടെ സ്ലിപ്പ് ഞങ്ങൾ ചോദിച്ചു, വാറണ്ടിയുടെ സ്ലിപ്പ് ചോദിച്ചപ്പോൾ അത് പണ്ടത്തെ അല്ലേ, അത് എന്താണെന്ന് ഞങ്ങളോട് ഇങ്ങോട്ടേക്കാണ് ചോദിക്കുന്നത്. ഇത്ര നാളായിട്ട് 8 വർഷത്തെ വാറണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സ്ലിപ്പും ഇല്ല, ഒന്നുമില്ല, വാറണ്ടി ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതൊക്കെ പ്രോപ്പറായിട്ട് എഴുതി മേടിച്ച് ഓൺ ദ സ്പോട്ട് മേടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം വണ്ടി എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ വേറെ ഇപ്പോൾ കുറേ EV സ്കൂട്ടേഴ്സ് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഏതെങ്കിലും ചൂസ് ചെയ്യുക. അപ്പോൾ വേറെ വണ്ടിക്ക് ഇതാണ് പ്രശ്നം, ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 മാസം എന്തായാലും ആയിട്ടുണ്ട്. കുറേ പേര് വിളിച്ചു, ഒരു ദിവസം ഇങ്ങനെ ടെമ്പർ എത്തിയിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മണ്ടേക്കുള്ളിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. മൺഡേ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എന്നെ ഈ ഒലയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ നിന്ന് അവർ തിരിച്ചു വിളിക്കുക, ഗ്രിവൻസ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിച്ചു. ഒരു 3 കോൾ വന്നു. എനിക്ക് ഡ്യൂട്ടിയിലേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു, ഒരു 4 മണി ആ ടൈം ആയപ്പോൾ തിരിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ കോൾ എടുക്കത്തില്ല. പിന്നെ ഞാൻ അടുപ്പിച്ച്, കാരണം നമ്മുടെ ആവശ്യമാണ് വണ്ടി സർവീസ് ചെയ്ത് കിട്ടുക എന്നുള്ളത്, കാരണം നമുക്കാണല്ലോ ഇതുകൊണ്ട് ആവശ്യം. അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ കോൾ എടുക്കത്തില്ല. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ആ കോളിനൊരു തിരിച്ചൊരു കോളോ അല്ലെങ്കിൽ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ RSM എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ മെയിൻ ഈ ആളുടെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആളെ വിളിച്ചിട്ട് ആൾ ഒരു തവണ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ബ്ലോക്ക് ആക്കും. ഈ ഒരു തവണ നമ്മൾ ഇവരുടെ ആരെങ്കിലും എന്ന് വെച്ചാൽ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആരെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് വിളിക്കുന്നില്ല. ആകെ പറഞ്ഞ ഞാൻ ആളെ 2 തവണ വിളിച്ചുള്ളൂ. 3ാമത്തെ തവണ വിളിക്കാൻ നോക്കിയിട്ട് കോൾ ബ്ലോക്ക് ആണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ആകും. ഈ സർവീസ് സെന്ററിലുള്ളവരും അങ്ങനെ, ഈ സർവീസ് സെന്ററിലെ നമ്പറിൽ നിന്ന് അവർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും ഇവർ നമ്മളെ ബ്ലോക്ക് ആക്കും, ഇല്ലെങ്കിൽ നമ്മൾ കോൾ കട്ട് ചെയ്ത് വിടും. ഇതുപോലെ തന്നെ ഈ നമ്പറിൽ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കട്ട് ചെയ്ത് വിടുകയാണ്, തിരിച്ചു വിളിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഈവൻ ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ പോലും എന്താണ് സ്റ്റാറ്റസ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഇല്ല. ഈ ഇരിക്കുന്നവർ തമ്മിൽ തന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു കമ്പനി ആയിട്ട് പോകത്തില്ല. അതൊന്നുമില്ല. ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യാൻ അറിയത്തില്ല അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന്, അതൊന്നും അറിയത്തില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസും കൊണ്ടാണ്. കാരണം ഞാൻ വിളിച്ച സമയത്ത് ഒരു പുള്ളിക്കാരി എന്നോട് ഭയങ്കര റൂഡായിട്ടാണ് സംസാരിച്ചത്. ഞാൻ ഏതാണ്ട് അവരിൽ നിന്ന് കടം മേടിച്ചിരിക്കണം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, വളരെ റൂഡായിട്ട്, വാറണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോയ് എടുത്തു, പുള്ളിക്കാരനും അതെ ഒരുമാതിരി നമ്മളെ ഏതാണ്ട് കടം മേടിച്ചിട്ട് ആ ഒരു രീതിക്കാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു റൈറ്റ് എന്നുള്ള രീതിക്കല്ല അവർ സംസാരിക്കുന്നത്. ഇതുപോലെ ഞാൻ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ കംപ്ലൈന്റ് കൊടുത്തു, അവർ മെയിൽ അയച്ചു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരുടനെ എന്നെ വിളിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പ്രോബ്ലം സോൾവ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവരെ അടുത്ത ജില്ലയിൽ വരെ സർവീസ് ചെയ്യാൻ കൊണ്ടുവരും, എന്നിട്ട് പോലും എനിക്ക് അവിടെ നിന്ന് ഒരു റെസ്പോണ്ട് ഇല്ല, ഇത്ര ദിവസമായി ഒരു റെസ്പോൺസ് ഇല്ലെന്നൊക്കെ പറഞ്ഞു. റെസ്പോൺസ് ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ അവർ സർവീസ് ബുക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ മറ്റേ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ അവർ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം സോൾവ് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോൾവ് ആയിട്ടില്ല, അത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും, അവർ ഉടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്താ പറയുക, ബുക്ക് ചെയ്തത് ക്യാൻസൽ കാണിച്ചു. പക്ഷേ ഇവരുടെ ഉടായ്പ നോക്കണേ, ഇത് കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ അവർക്ക് മെയിൽ അയച്ചു. അവർ തിരിച്ച് പറയുന്നത് പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ തിരിച്ച് അവർക്ക് റെസ്പോണ്ട് ചെയ്ത് അങ്ങനെയാണ്. അപ്പം വൻ ഉടായ്പാണ് ഇവരുടെ എന്താ പറയുക ഓല എന്നുള്ള ബ്രാൻഡ്. നിങ്ങൾ മാക്സിമം വണ്ടി എടുക്കാതിരിക്കുക എന്ന് വെച്ചാൽ എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്, സ്മൂത്താണ്. പിന്നെ എന്താണ് ഇതിൽ ഈ ഗൂഗിൾ മാപ്പ് ആകെ കൊടുത്തിട്ടുള്ള ഈ ഒലയിൽ മാത്രമേ, ബാക്കിയുള്ള എല്ലാ മിക്ക എന്താ പറയുക വണ്ടികളിൽ ഞാൻ നോക്കി ഗൂഗിൾ മാപ്പ് ഇതുപോലത്തെ ഫെസിലിറ്റീസ് ഇത്രയും ഇല്ല മിക്ക വണ്ടിയിൽ. പിന്നെ ഈ ഒരു ഡ്രൈവ് ചെയ്യാനുള്ള ഈ ഒരു കംഫർട്ട് എനിക്ക് മറ്റു വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി ഓക്കെയാണ്. ഈ ഒരു പ്രശ്നം കൂടെ പരിഹരിച്ച് തന്നു കഴിഞ്ഞാൽ വണ്ടി നല്ലതാണ്. എന്തായാലും ഇനിയും എടുക്കാൻ പോകുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ മാക്സിമം സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടും. കാരണം ഞാൻ 2022 എടുക്കുമ്പോൾ തൊട്ട് അവർ പറയുവാണ് സാർ അടുത്ത മാസം 1 മാസത്തിനുള്ളിൽ നമ്മൾ സർവീസ് എല്ലാം പക്കയാകുമെന്ന്. ഈ 2025 ആയി, 25 ആയിട്ട് പോലും അവരുടെ സർവീസ് ഇതുവരെ പക്ക ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഹൈപ്പർ സർവീസ് വന്നിട്ട് ഇവർ ഫോണിൽ കാണിക്കും ഹൈപ്പർ സർവീസ് ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ ഉടായ്പാണ്. അവരുടെ സർവീസ് സെന്ററിൽ അവർ തന്നെ പറയുന്നത് സർവീസ് ഹൈപ്പർ സർവീസ് ഇവിടെ തുടങ്ങിയിട്ടില്ല അവർ തന്നെ പറയുന്നത്. ഒരു വട്ടം എൻ്റെ അടുത്ത് ഈ കോൾ അറ്റൻഡ് ബാംഗ്ലൂരിൽ നിന്ന് അവർ പറഞ്ഞു കേരളത്തിൽ ഹൈപ്പർ സർവീസിംഗ് ആയിട്ടില്ല എന്ന്. ഫസ്റ്റ് ടൈം ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ ഇതിന്റെ ബെയറിംഗ് മാറാൻ ചെന്നപ്പോഴത്തേക്കും ആ പയ്യൻ പറയാം ഹൈപ്പർ സർവീസ് ആണ് വണ്ടി അന്ന് തന്നെ റെഡിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് അതൊന്നും തന്നെ റെഡിയാക്കി തന്നു. 3500 വാങ്ങിച്ച വണ്ടി അന്ന് തന്നെ റെഡിയാക്കി തന്നു. പിന്നെ അറിഞ്ഞ പിന്നെ വീണ്ടും കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഹൈപ്പർ സർവീസ് ആയിട്ടില്ല. പറഞ്ഞ ആ പയ്യൻ തന്നെയാണ് പറഞ്ഞ ഹൈപ്പർ സർവീസ് ആയി, പിന്നെ ഇപ്പോൾ ചെന്നപ്പോൾ ഹൈപ്പർ സർവീസ് ആയില്ലെന്ന്. ഇങ്ങനത്തെ ഉടായ്പകൾ ഉണ്ട്. അപ്പം അവിടെ ഇരിക്കുന്നവർക്കും ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ എന്നാലും അവിടെ ഇരിക്കുന്നവർക്കൊരു എന്താ പറയുക, നമ്മൾ ഇത്ര ഓടുന്നതാണ് എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണ്, ഈ വണ്ടി സർവീസിന് ഇത്രയും കഷ്ടപ്പെടുന്നതാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും അവർക്കും ഒരു നമ്മളോടൊരു അലിവ് ഇതൊന്നും തോന്നാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഇത്
അങ്ങനെയാണ് ഇതിന്റെ സർവീസ്. എന്താ പറയാ, ഒരു ചൈനീസ് എന്താ കളിപ്പാട്ടം വാങ്ങിയ ഒരു അവസ്ഥ, അതേ ഉള്ളൂ. ചൈനീസ് കളിപ്പാട്ടം വാങ്ങി എങ്ങനെ ഇരിക്കും, ആ ഒരു സെറ്റപ്പാണിത്. ഹൈപ്പർ സർവീസിംഗ് കാരണം ഞങ്ങളുടെ ടെമ്പർ തെറ്റിയിരിക്കുക, അല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ വണ്ടി വാങ്ങുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഓല എടുത്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും ചോദിച്ചാൽ മതി എങ്ങനെ ഉണ്ടെന്ന്. അവർക്ക് ചിലപ്പോൾ പുതിയ വണ്ടികളൊക്കെ ചിലപ്പോൾ കിട്ടി ഈ വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് വന്നിട്ട് കൊണ്ട് ചിലപ്പോൾ അതിന് എന്താ പറയുക, അതിന്റെ പുറകെ എത്രത്തോളം കിടന്ന് ഓടണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്ത ഒരാൾ വണ്ടി എന്താ പറയുക, വണ്ടി എടുക്കാൻ വേണ്ടി പോയി, ആൾ വണ്ടി എടുത്തില്ല. പിന്നെ ഇതുപോലെ പിന്നെ പലരും പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് ആണെന്നുള്ളത് ആൾ വണ്ടി എടുത്തില്ല. ഞാൻ ആളോട് മാക്സിമം പറയും നല്ല വണ്ടിയാണ്, ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആൾ വണ്ടി എടുത്തില്ല. അതെന്തോ എൻ്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ ആൾ വണ്ടി എടുത്തിട്ട് ആളിനെ തെറി പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇതാണ്. ആർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനും പറ്റില്ല ഈ വണ്ടി. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ്. ഇപ്പോൾ 3 വർഷം ആവുന്ന വണ്ടി, 3 വർഷം ആവുന്ന ഈ 30,000 കിലോമീറ്ററോടുള്ള ഇത്രയും കംപ്ലൈന്റുകൾ ഇപ്പോൾ തന്നെ കംപ്ലൈന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ഷോക്ക്, ബെയറിങ്, അതുപോലെ ഇനി ബാറ്ററി ഒക്കെ ഇപ്പം പലതും കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട് ഈ വണ്ടിയുടെ. അപ്പം കൊണ്ട് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര നാളെ ഈ വണ്ടി അവിടെ വെക്കണം എന്നുള്ളത്. വണ്ടി ഡെയിലി നിങ്ങളൊക്കെ ഓഫീസിൽ പോകുന്നവർ അങ്ങനെയുള്ള വണ്ടി ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വണ്ടി എടുക്കരുത്, അതേ പറയാനുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ.